പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ ചൈനയിൽ സന്ദർശനം നടന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിർണായക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. നിർണായകമായ കാര്യങ്ങൾ ഷി ജിൻപിങ്ങുമായി ചർച്ച നടത്തുമെന്ന് അറിയുന്നു. പി ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഈ വാർത്ത കൂടുതൽ അപഗ്രഥിക്കാൻ. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. വിശദാംശങ്ങൾ ഈ വാർത്തയുടെ. ഇറാൻ ആക്രമിക്കാൻ അമേരിക്ക സജ്ജമാണെന്ന് പറയുന്നതിനിടയിലാണ് ചൈനയിലേക്ക് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എത്തിയിരിക്കുന്നത്. ഇന്ന് നിർണായകമായിട്ടുള്ള ഉച്ചകോടി നടക്കും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി. ഇത് 25ാം തവണയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൈനയിലെത്തി ചൈനീസ് പ്രസിഡന്റിനെ കാണുന്നത്. എന്തായാലും ഇത് വളരെ തന്ത്രപ്രധാനമായ ഒരു കൂടിക്കാഴ്ചയാണ്. കാരണം 2-3 ദിവസത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉരുണ്ടുകൂടുകയാണ്. അതിനിടയിലാണ് ഈ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഉച്ചകോടിയിൽ ഈ ഇറാൻ പ്രശ്നവും ഉക്രൈൻ പ്രശ്നവും പ്രധാന ചർച്ചാ വിഷയമാവും. 2-3 ദിവസത്തിനുള്ളിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷകൾ ഉണരുന്നതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച. റഷ്യയെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ യുദ്ധം നടത്തി ക്ഷീണിച്ചിരിക്കുകയാണ്. റഷ്യയുടെ എണ്ണയും ഏതാണ്ട് 5000 കോടി ക്യൂബിക് മീറ്റർ വാതകവും വാങ്ങിക്കാൻ പോവുകയാണ് ചൈന. സൈബീരിയൻ പൈപ്പ് ലൈൻ 2 വഴിക്കാണ് അത് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇറാൻ സംഘർഷവും യുദ്ധവും ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ചയുണ്ടാവും. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ചൈന ഏറ്റവും ശക്തമായ പാർട്ണറാണ്. 2022 ഉക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ഏറ്റവും വലിയ പിന്തുണ ചൈനയുടേതാണ്. റഷ്യ ഒറ്റപ്പെട്ടപ്പോഴും ചൈന ഡ്രോണുകൾ ഉണ്ടാക്കാനുള്ള കമ്പോണൻസ് അടക്കം എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ അവരുടെ ഈ കൂട്ടായ്മയാണ് ഒരുപക്ഷെ റഷ്യയെ പിടിച്ചു നിർത്തിയത്. അതുകൊണ്ട് ഇതിന് പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇറാന് വളരെ ഇതായിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റം നൽകിയത് ചൈനയാണ്. ഇന്റലിജൻസ് വിവരങ്ങൾ നൽകിയത് റഷ്യയാണ്. അപ്പോൾ ഇറാന് പിന്തുണ നൽകുന്ന 2 രാജ്യങ്ങൾ തമ്മിൽ കൂടിക്കാണുന്നു എന്നുള്ളത് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇറാനുമായിട്ട് ഉടൻ സമാധാന കരാർ ഒപ്പുവയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇറാനെ ഉടൻ ആക്രമിക്കുമെന്നുള്ള ഭീഷണി അമേരിക്കയിൽ നിന്ന് വരുന്നു. ട്രംപ് അദ്ദേഹം ഓരോ കാലത്തും ഓരോ സമയത്തുമൊക്കെ ഓരോരോ കാര്യങ്ങൾ പറയും. എന്നാൽ പോലും വീണ്ടും പശ്ചിമേഷ്യയിൽ സംഘർഷം വളരുന്നുവെന്നറിയുമ്പോൾ നമ്മളെപ്പോലുള്ള സമാധാനകാംക്ഷികൾക്ക് വല്ലാത്ത അലോസരമാണ്. തീർച്ചയായിട്ടും ട്രംപിന്റെ പ്രഖ്യാപനം വലിയ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. 2-3 ദിവസമുണ്ട്. അതിനുള്ളിൽ വഴങ്ങിയില്ലെങ്കിൽ ഇറാനെ കയറി ആക്രമിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ആക്രമിക്കാൻ തീരുമാനിച്ചതാണ്. 1 മണിക്കൂർ മുമ്പാണ് തീരുമാനം മാറ്റിയത്. ഇറാൻ യാചിച്ചതിൻ്റെ പേരിൽ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇറാൻ പറയുന്നത് ഞങ്ങൾ ഏറ്റുമുട്ടാൻ തയ്യാറാണ്. ഇത്തവണ പ്രശ്നമുണ്ടായാൽ ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ടുള്ള ആക്രമണം നടത്താൻ പറ്റും. ഇതിനകം ഡസൻ കണക്കിന് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഞങ്ങൾ വീഴ്ത്തി കഴിഞ്ഞു. ഇനി F-35 അടക്കമുള്ള പല യുദ്ധവിമാനങ്ങളും വീഴ്ത്താനുള്ള പുതിയ സാങ്കേതിക വിദ്യ തങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഇറാൻ പറയുന്നു. അതുകൊണ്ട് ഏറ്റുമുട്ടലിന്റെ വക്കിലാണ്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം UAE ആണവ നിലയം ആക്രമിച്ചതിൽ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും എതിർപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇറാനോട്. ഈ രീതിയിൽ പോകുമ്പോൾ തന്നെ ഇറാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും തലയ്ക്ക് വിലയിട്ടിരിക്കുന്നു. 5.58 ക്രോസിന്റെ ഡോളർ അല്ലെങ്കിൽ കോടിയുടെ ഡോളറാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ 558 കോടി രൂപയാണ് വിലയിട്ടിരിക്കുന്നത്. അവർക്ക് അത് ഇറാനിലെ പാർലമെന്റിൽ ചർച്ച എടുക്കുമെന്ന് അവരുടെ കമ്മീഷന്റെ ചെയർമാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റിനും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെയും തലയ്ക്ക് വിലയിടുന്ന അവരെ നരകത്തിലേക്ക് അയക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ട്രംപിന് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്ന US സെനറ്റിൽ യുദ്ധവുമായി മുന്നോട്ട് പോകാനുള്ള നീക്കത്തെ ട്രംപിന്റെ അധികാരത്തെ വെട്ടിക്കുറയ്ക്കാനുള്ള ആദ്യത്തെ പ്രമേയം പാസ്സായിരിക്കുന്നു. റിപ്പബ്ലിക്കന്മാർ കാലുമാറി വോട്ട് ചെയ്ത് ട്രംപിനെതിരെ 50-47 ട്രംപ് സെനറ്റിൽ പരാജയപ്പെട്ടു എന്ന വാർത്ത കൂടി അമേരിക്കയിൽ നിന്ന് വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ട്രംപ് വല്ലാത്ത ആശങ്കയിലാണ്. യുദ്ധം ഉടൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ US കോൺഗ്രസ് മൂക്കയറിടും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.